റെഡിയാക്കി ഞാൻ റെഡിയാ. അവിടെ സൗകര്യമില്ലേ? സൗകര്യമെല്ലാം ഉണ്ട്. പിന്നെന്താ പിന്നെന്നാ ഒന്ന് ആലോചിച്ചാലോ? ഞാൻ ആലോചിച്ചോ ചെയ്താലോ എന്നൊന്ന് ആലോചിച്ചതാണ്. ആന്നാ? എന്നാലും ഞാനൊരു കാര്യം പറയാം. നീ ഇന്ന് കുളിക്കാൻ റെഡി ആയിട്ട് നിൽക്ക്. 12 മണിക്ക്. 12 മണിയാ? കുറച്ച് നേരത്തെ കുളിച്ചാൽ പറ്റില്ല. ഇത് വീടല്ല കേട്ടാ. വീട്ടിൽ കുളിക്കാനേ പറ്റില്ലല്ലോ. എന്താ കുളി മുറിയില്ലെങ്കിൽ തായല്ലേ നിന്റെ പഴയ വീട്ടില്. നിന്റെ വീട്ടിലങ്ങ് ഓക്കെ. അവിടെ പിന്നെ നീ അതിന് സമ്മതിക്കൂല്ലോ. നീ ഇന്ന് കുളിക്കണ്ട, ഞാൻ വന്നിട്ടാ ഇന്നെ പറഞ്ഞാലേ നീ അത് എല്ലാം പറഞ്ഞേ. പറഞ്ഞാല് ഒരു മാതിരി ഇതായിരിക്കും. ഒരു മാതിരി ഇതുമില്ല. ഉറപ്പിക്ക. നീ ഓവറാക്കി ചളവളാക്കുവോ? ഇല്ലാന്ന്. അതൊക്കെ ഓർമ്മിക്കുന്ന തന്നെ ഇവിടെ ആള് ലെവലായി. രാത്രിയത്തെ കുളി അത് കാലങ്ങളായിട്ടുള്ളൊരു മോഹേനും ഒരുമിച്ചുള്ളൊരു കുളി അത് ഇന്ന് നടത്താം നമുക്ക്. റെഡിയല്ലേ? ഉറപ്പല്ലേ? ഇനി മാറൂല്ല. ഞാൻ തോർത്തു. സോപ്പ് വേണം. സോപ്പ് ഉണ്ടോ അവിടെ? സോപ്പ് വേണ്ടില്ല. കുളിക്കും. എണ്ണ ഉണ്ടായിരുന്ന എണ്ണയും തേച്ചിട്ട് കുളിച്ചാളെ. വേണ്ട, സോപ്പ് മതി. സോപ്പ് ഇടി ഉണ്ട് അല്ലേ? മതി. എടുക്കത്തിട്ട് വരണ്ട. നല്ല സോപ്പുണ്ടോ? നല്ല സോപ്പാ. നല്ല സോപ്പാണ്. നല്ല മണമുണ്ട്, നല്ല പതയും ഉണ്ട്. കുളിയാൻ വന്നാൽ ഹാഫിലല്ല ഫുള്ളില് കുളിക്കാലോ. അത് കഴിഞ്ഞിട്ട് നീ അങ്ങ് പോവല്ലോ. കുളി കഴിഞ്ഞിട്ട് ഇനി എന്താ പോക്കുവന്നു? ഒരു കുളിയും ഒരൊറക്കും. ഉറക്കൊന്നുമില്ല. പോയാ കുളിയിൽ തീർത്തോളൂ. കുളിയിലൊന്ന് തീരും. രണ്ടാമത്തേന് ഒരു ഉറക്ക് വേണ്ടേ? വേണ്ട. ഞാൻ കുളിച്ച് എന്നിട്ടൊന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും. അയാളെ തന്നെ നിൽക്കുന്നില്ല. അത് ശരിയാവില്ല. അനക്ക് താങ്ങണ്ടേ? എന്തോ ഇതല്ലെന്തോ താങ്ങാൻ ഒന്നല്ലല്ലോ, രണ്ടില്ലേ? ഏതെല്ലാം ഒന്നില് കുളിക്കും. ഒന്നില് കുളിയും ഒന്നില് ഉറക്കും. ഞാൻ നിന്നോട് പറഞ്ഞേ. നിന്നോടൊന്ന് ഞാൻ പറഞ്ഞേ, രണ്ടില് അനക്ക് പറ്റുന്നില്ല. എന്നാ രണ്ടില് വേണ്ട, നമുക്ക് ഉറക്കവും കുളിയും എല്ലാം ഒന്നിൽ തന്നെ ആക്കാം. അതൊക്കെ കിടത്തും തോന്നുമല്ലോ. അമ്മനെ കൂട്ടിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന കേട്ടോ. നാളെ ഡിസ്ചാർജ് ആവണ്ടേ? കൂട്ട് നാളെ ഡിസ്ചാർജ് ആവട്ടെ. അതൊന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? നന്നായിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് വീടാരും മതി. വീട്ടിലും വരുമല്ലോ. പിന്നെ വരണ്ടേ? ഇത് സ്ഥിരം പരിപാടിയല്ലേ? ഞാൻ നിന്നെ സഹായിക്കുന്നില്ലേ? എനക്കെന്തെന്ന്? ഞാൻ എത്ര കാലമായി നിന്നിങ്ങനെ സഹായിക്കുന്നു. അതിന്റെ ഒരു നന്ദിയുണ്ട്. നന്ദിയുണ്ട്. അത് കൂട്ട് അല്ല, അതിന്റെ നന്ദി കഴിഞ്ഞല്ല ഞാനിപ്പോ ഓർമ്മിച്ചേ. ഞാൻ നിന്നെ സഹായിക്കുന്നില്ലേ? അല്ല, എന്നെ സഹായിക്കണ്ട. അത് ഞാൻ നന്നായിട്ട് സഹായിക്കാൻ ഞാൻ പറയുന്നു. പറഞ്ഞില്ലല്ലോ. അല്ലേ ഞാൻ പറയാം. നന്ദി വേണ്ടേ? അപ്പൊ ഒന്ന് കുളിക്കുന്നത് അത് നന്ദിയായിട്ട് കൂട്ടാം. മറ്റേതൊന്ന് സാധാരണ പോലെ എന്താ? ഒന്നല്ല. ഇപ്പൊ ഒന്ന് നമുക്ക് ഇന്ന് കുളിയും എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഉറക്കെല്ലാം ഉറങ്ങിയിട്ട് ശരിയാക്കാം. അപ്പൊ രണ്ടായി. അതൊക്കെ താങ്ങും. നമ്മള് വീട്ടിൽ നിന്ന് ചിലപ്പം 2-3 ആയില്ലേ?
എന്നാ പിന്നെ വീട്ടിൽ വന്നാ ഇല്ലേ? വിളിക്കോളൂ. വീട്ടിൽ വന്നാ പിന്നെ ഇല്ലാന്ന് ഒരു ദിവസം. അവർക്ക് അറിയില്ല, അത് സാരമില്ല. അത് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നത്തെ അങ്ങ് സഹിക്കും. അതെ, നാളെയാകുമ്പോ നാളെയും പറയും ഞാൻ വീട്ടിൽ വരട്ടെ. നാളെയല്ല, നാളെ പറയുന്നില്ല. എന്നാ നീ വിളിക്കാണ്ടിരുന്നാ മതിയാ. എനിക്ക് നടുവേദനയുണ്ട്. അതെ, അതുകൊണ്ട് ഒരു ദിവസം നമുക്ക് ഒരു ദിവസം ലീവാക്കാം. പക്ഷെ എന്നാ നീ വിളിക്കറിയുന്ന വരുവോ എന്ന് ചോദിച്ചിട്ട്. നീ പറഞ്ഞ പോലെ അന്ന് നീ റെഡി ആയിട്ടുണ്ടോ? കുളിയോ? ഞാൻ ഇന്നത്തെ നോക്കിയിട്ട് നാളെ നിന്നെ വിളിച്ചോളൂ. നേരത്തെ നോക്കിട്ടാ? ഇന്നത്തെ നോക്കിയിട്ട് നാളെ വിളിച്ചോളുന്ന. നാളെയും വിളിക്കാം. ഇന്നത്തേത് നീ എങ്ങനെയാന്ന് ചെയ്ത് നോക്കിയിട്ട് നാളെയും വിളിക്കാം. നാളെ ലീവാക്കാം. നീ എന്തായാലും വരുവാന്ന് എനിക്കറിയാം. ലീവാക്കാന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞില്ലേ. അത് നോക്കട്ടെ, എനിക്ക് എണീക്കാൻ പറ്റുമോ നോക്കിയിട്ട് വിളിക്കാന്നാ പറഞ്ഞത്. എണീക്കാനും പറ്റും. എനിക്കറിയില്ല. നീ 2, 3 ചെയ്താല് അതൊക്കെ താങ്ങും. നീ ആരാന്ന് ഉഷാറില്ല. കട്ട സാധനല്ലേ. എന്നെ താങ്ങേണ്ടി വരുമില്ലേ? താങ്ങല്ല, ഞാൻ താങ്ങിപ്പോകുന്നു. ആദ്യം റേഞ്ച് പോയേ. റേഞ്ച് പോവാനാ? ശബ്ദം ഉറങ്ങിപ്പോന്ന പോലെയുണ്ട്. ഞാനൊക്കെ അങ്ങനെ തോന്നുന്നില്ലല്ലോ. അതെന്തിട്ടറിയാവോ? ഞാൻ ഇന്ന് രാത്രിയത്തെ കുളിയിൽ ലയിച്ചു പോയി. അതുകൊണ്ട് സംസാരിക്കുന്നത് ഇതായിപ്പോയി. നീ കേൾക്കുന്നില്ല? അധികം ലയിക്കണ്ട കേട്ടാ. ഞാനങ്ങനെ സത്യം പറഞ്ഞാൽ ലയിച്ചതായിട്ടാവുള്ളേ. കുളി ഞാൻ കൊറേ കാലമായിട്ട് വിചാരിച്ചില്ല. കുളിക്കണം. അപ്പൊ നീ കുളിക്കലില്ലേ? ഞാൻ കുളിക്കലുണ്ട്, നിന്നെ കുളിപ്പിക്കാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ കുളിപ്പിക്കൊന്നും വേണ്ട. ഞാൻ കുളിക്കായിട്ടൊന്നുമില്ല. എനിക്കൊന്ന് സോപ്പെല്ലാം തേച്ച് എവിടെയെല്ലാം സോപ്പ് വെക്കണ്ട അവിടെയെല്ലാം സോപ്പ് വെച്ചേരാം. എനിക്ക് കയ്യെത്താതെ കുറെ സ്ഥലങ്ങളിലുണ്ടാവില്ലേ സോപ്പ് വെക്കുമ്പോ. അവിടെയെല്ലാം സോപ്പ് നോക്കൂല. എണ്ണയും തേച്ച് വരച്ച് പിടിപ്പിക്കാം. എണ്ണയൊന്നും വേണ്ട, സോപ്പ് മതി. സോപ്പിട്ടാ സോപ്പിടാൻ ഞാൻ പണ്ട് എനിക്കറിയാലോ. അതൊക്കറിയാലോ, അതല്ലേ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ. ഹലോ. എങ്ങനെ ഇരിക്കാൻ? സോപ്പിട്ടിക്കല്ലേ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പോന്ന്. കല്യാണം വരെ കഴിക്കാണ്ട്. നീ കല്യാണം കഴിച്ചല്ലോ. ഞാൻ കഴിച്ചു. പിന്നെ എന്തായാലും നീ കണ്ടോട്ടത്തോടെ കല്യാണം കഴിച്ചിട്ടും സോപ്പിടെ കണക്ക് തന്നെയല്ലേ ചാൻസ്. അതാണ് സോപ്പിന്റെ മുടുക്ക് കേട്ടാ. മനസ്സിലായില്ലേ? പിന്നെ വീട്ടിൽ പോയിട്ട് റെഡി ആയിട്ട് വരണ്ടേ? ഞാൻ വർക്കിലുള്ള വീട്ടിൽ അറിയാൻ തോന്നുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ സമയത്ത് മാത്രമേ വരാവൂ കേട്ടോ. കുറച്ച് നേരത്തെ കുളിക്കണ്ടേ? തണുപ്പായിരിക്കും. ചൂടുവെള്ളം അവിടെ? ഇനി ഞാൻ ചൂടുവെള്ളവും കാച്ചി വെക്കാം. അതല്ല, നീ ഒപ്പരുണ്ട പിന്നെ വെള്ളം തന്നെ ചൂടാവും. നല്ല ചൂടായിക്കോളൂ. ഞാൻ പറഞ്ഞു തോർത്ത് ഞാൻ കൊണ്ടുവരണ്ടേ? ഞാടിയില്ലേ എന്റെ അടുത്ത്? അത് പോരെ രണ്ടാക്കും കൂടിയിട്ട് മതി. ആ തോർത്തില്ല പൊളി സമയത്ത് പുളിയാണ് ടൈം. അപ്പൊ പറഞ്ഞാല് വേറെ മാറ്റമൊന്നും ഉണ്ടാവേ? ഒരു മാറ്റമില്ല. നല്ല വൃത്തിയുള്ള സോപ്പ് എടുത്തിട്ട്
ഞാൻ വന്നിട്ട് കുളിച്ച് അതിന് പിന്നെ എനിക്ക് കുളിച്ച് ഇതാക്കി വെക്കണ്ട. പിന്നെ രണ്ടാമത്തെ കുളി എല്ലാവരും അതിനെന്നാ ഒരു പ്രാവശ്യം കൂടി കുളിച്ചാല് എന്തിനാണ് വെറുതെ കുളിച്ചിട്ട് ശരീരം കളയുന്നത്? നമുക്ക് ഒരുമിച്ച് കുളിക്കാം. ഒരഴുക്കും പൊടിയെല്ലാം ഉണ്ടാകുമ്പല്ലേ കുളിക്കാനൊരു രസമുണ്ടോ? അതെ. അങ്ങനെ നീ ഇതുവരെ ജീവിതത്തിൽ കുളിച്ചിട്ടില്ല. അതൊരു കുളിയില്ലേ സ്വാമിന്റെ രാത്രി കേട്ടാ. കുളി ഓർത്തിട്ട് എനിക്കിപ്പോ ഒന്നും കഴിയാത്ത അവസ്ഥയിലായി. ഇനി വണ്ടി ഓടിച്ചങ്ങ് പോവുകയാണല്ലോ. നീ ആർന്ന് ചിരിച്ചു? എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അത് ശരി. ഞാൻ ഇവിടുന്ന് എന്താ പറയണ്ട ഓടി ഓടി തള്ളുകയാണ്. അതിന്റെ ഇനിയിപ്പോ ഇതും കൂടി മനസ്സിലുള്ളതുകൊണ്ട് എന്നാ പറയാ. അല്ല ഞാനൊരു കാര്യം പറയാം. കുളിക്കുന്നതിന് വേറെ സാധനം എനിക്ക് ഒന്ന് എടുത്തിട്ട് കൊണ്ടേക്കും. അതൊന്നുമില്ല. കുളിക്കുമ്പോ അങ്ങനെ സാധനം കൊണ്ടുവരില്ല. വേണമെങ്കിൽ സോപ്പ് ഉള്ളത് മാത്രം മതി. അത്രേ ഉള്ളൂ. എന്തായാൽ നല്ലതാണ്. എനിക്ക് അനക്കിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ നീ മറ്റേ സമയവും ഇത് ആകാൻ വേണ്ടി നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് വേണ്ട. നമ്മളെ അവസരമില്ല. അത് ഞാൻ പിന്നെ എന്താ പറയണ്ടേ ഇവിടുന്ന് അത് എന്നോട് പറഞ്ഞിട്ടേ കൊണ്ടുവരും. നീ വേണമെന്ന് പറഞ്ഞാലേ കൊണ്ടുവരും. ഞാൻ കിടക്കേണ്ടി വരില്ല അവസ്ഥയാണ്. പിന്നെ ഞാൻ വെറുതെ ഓണായിട്ട് ഞാനവിടുന്ന് പച്ചക്കറി തിന്നണ്ടി വരൂല്ലേ? തൽക്കാലം പച്ചക്കറി വേണ്ട. നല്ല പൂവാണോ? പൂ നല്ല വിടർന്ന പൂ. അതെന്തിനാ? അത് എനിക്ക് വേണ്ടി വരില്ല. അതിന്റെ അടുത്ത് ഉണ്ടല്ലോ പൂ. അതുകൊണ്ട് പിന്നെ അത് കൊണ്ടുവരുന്നില്ല. നല്ലോണം വിടർന്നതായിരിക്കണം. മൂടി പോറ്. എനിക്കെന്തിനാ പൂ? എനക്കാ എനിക്കറിയില്ല. എനിക്കെന്തിനാ പോകുന്നു? പൂവിന്റെ ആവശ്യം എനിക്കറിയില്ലേ? അതെനക്കറിയാ. തന്നെ ആവശ്യം. അല്ല പൂവ് കൊണ്ടുവരണോന്ന് ചോദിച്ചോണ്ട്. പൂവ് കൊണ്ടുവരണം എന്ന് ചോദിച്ചാ നിന്റെ അടുത്ത് ഉണ്ടല്ലോ എന്ന് നീ പറയുമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ പറഞ്ഞ പൂവ് കൊണ്ടുവരണോ. ഞാൻ തമാശക്ക് പറഞ്ഞു. പൂവ് ഇത് ഈ പച്ചക്കറി പോലെ തന്നെ വേറെ എന്തെങ്കിലും ഐറ്റാണോന്ന് അറിയാതുണ്ട്. ഇല്ല, വേറെ ഐറ്റം ഒന്നുമില്ല. ഞാൻ വെറുതെ ചോദിക്കാം. പച്ചക്കറി എന്തായാലും വേണ്ടല്ലോ. വേണ്ട. വിശ്വാസമില്ല. ഇല്ല, കൊണ്ടുവരുന്നില്ല. എന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞോളെ. കുളി തന്നെ ഇപ്പൊ എങ്ങനെ നടക്കുക എന്തോ. കുളി അങ്ങനെയല്ല. നിന്റെ അടുത്ത് നിന്നിട്ട് കുളി നടക്കുമെന്ന് അറിയില്ല. ഇല്ല, ഞാൻ വളരെ രസകരമായിട്ട് സുഖകരമായിട്ട് കുളിപ്പിക്കും. ഞാൻ വളരെ മിടുക്കനാണ് കുളിപ്പിക്കുന്ന നോയിക്കോ. ഞാൻ സ്വന്തമായിട്ട് കുളിക്കുന്ന കുളി നേരം നീ കണ്ടോ അതേപോലെയാണ് ഇനി കുളിപ്പിക്കും. ഓക്കെ, കുളിപ്പിക്കുന്നതിനെ പറ്റി ഞാൻ ഒന്നും പഠിക്കണ്ട. ഇതുവരെ ആരും കുളിപ്പിച്ചിട്ടില്ലല്ലോ? കെട്ടിയോൻ വരെ കുളിപ്പിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കളിപ്പിച്ചുതരാം. അപ്പൊ ഓക്കെ, വൈകുന്നേരം കാണാം. ഇനി എങ്ങനെ വണ്ടി ഓടിക്കാമോ? ശരി.